അടിച്ച് നിന്റെ കവാല കുറ്റി ഞാൻ പൊട്ടിക്കും കേട്ടോടി പുന്നാര മോളെ. വിഷമായിട്ട് തോന്നി എന്ന് വെച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ എന്റെ ചാനലിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടുന്നത്. ഇത്രയും മോശപ്പെട്ട വാക്ക് ഉപയോഗിച്ച് ഞാൻ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് ഇടുന്നത്. നമുക്ക് മാറ്റി നിർത്താം. ഇനി നമുക്ക് ഈ വന്ന വിഷയത്തിലേക്ക് സംസാരിക്കാം. ആ കമന്റ് കണ്ടപ്പോഴാണ് അവൾ അതിനെപ്പറ്റി ചിന്തിക്കുന്ന തന്നെ. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അങ്ങനെ വളർന്നു വന്ന ഒരു കുട്ടിയാണ്. എനിക്കറിയാം എന്തൊക്കെയായിരിക്കും ആവശ്യം, അവരുടെ മനസ്സിൽ എന്തൊക്കെയായിരിക്കും ഓടുന്നത് എന്നെല്ലാം എനിക്ക് അറിയാൻ പറ്റും. ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അനാമിക വിഷ്ണു ടോപ്പിക്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് കഴിഞ്ഞ ദിവസം ഞാൻ പൊന്നൂനെയും കൊണ്ട് ഔട്ടിങ്ങിന് പോകുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് എന്റെ അനിയത്തിനെ ആദ്യം ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് അപ്ലോഡ് ചെയ്തപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷത്തോടു കൂടി അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ആണ്. പക്ഷെ വന്നതെല്ലാം നെഗറ്റീവ് കമന്റുകളാണ് വന്നിരുന്നത്. അപ്പം നെഗറ്റീവ് കമന്റുകളിൽ കുറച്ച് നെഗറ്റീവ് കമന്റുകൾ എനിക്ക് നന്നായിട്ട് വേദനിപ്പിച്ച കുറച്ച് നെഗറ്റീവ് കമന്റുകളുണ്ട്. അപ്പൊ അവർക്ക് ഉള്ള ഒരു മറുപടി ഞാൻ ആദ്യം തന്നെ പറയാം, എന്നിട്ട് ബാക്കി വീഡിയോന്റെ കാര്യങ്ങൾ ഞാൻ പറയാം. അതിൽ ഒരുത്തി ഇട്ട കമന്റ്, നിന്റെ കുഞ്ഞിന്റെ മോന്തെ ഒന്ന് നോക്കടി, വെറുതെ അല്ല ദൈവം നിന്റെ കുഞ്ഞിനെ അങ്ങനെ ആക്കിയത് എന്ന് പറഞ്ഞ ഒരുത്തി നല്ല ഒരു പുന്നാര മോളൊരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവളെ ഞാൻ ഇങ്ങനെ തന്നെ വിളിക്കും. നിനക്ക് കമന്റ് ഇടാനുള്ള ധൈര്യം കാണും, നീ ഇന്ന് ഈ വീഡിയോ കാണുമെന്നും എനിക്കറിയാം. പക്ഷെ എന്റെ മുമ്പ് നേരിട്ട് വന്നു നിന്ന് നിനക്ക് പറയാനുള്ള തന്റെ ഇടം കാണത്തില്ല. അങ്ങനെ വന്ന് നിന്ന് നീ പറയാനുള്ള തന്റെ ഇടം കാണിച്ചാൽ നീ അത് ഒരു വട്ടവേ കാണിച്ചു. അടിച്ച് നിന്റെ കവാല കുറ്റി ഞാൻ പൊട്ടിക്കും കേട്ടോടി പുന്നാര മോളെ എന്ന് തന്നെ ഞാൻ പറയും. ഇനി എവളെന്നല്ല ഏവളിനി എന്റെ കൊച്ചിനെ പറ്റി ഇമാതിരി തോന്നിവാസം എന്നോട് പറഞ്ഞാലും ഞാൻ പറയും. കമന്റ് ഇടുന്നത് നിങ്ങളെ അവകാശമാണ്, കമന്റ് ഇടാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. പക്ഷെ അതിനൊരു ലിമിറ്റ് ഉണ്ട്. അപ്പൊ ഈ കമന്റ് ഇട്ട പുന്നാര മോളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, മേല ഇനി എന്റെ കൊച്ചിന്റെ കാര്യം പറഞ്ഞ് എന്റെ അക്കൗണ്ടിൽ കയറി ഇമാതിരി ഇട്ടേക്കല്ലേ. എന്റെ ചാനലിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടുന്നത്. ഇത്രയും മോശപ്പെട്ട വാക്ക് ഉപയോഗിച്ച് ഞാൻ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് ഇടുന്നത്. അപ്പം എന്റെ പുന്നാര മോളെ എനിക്ക് നിന്നോട് ഒന്നേ പറയാനുള്ളൂ, മേല എന്റെ കൊച്ചിനെ പറഞ്ഞ് കമന്റ് ബോക്സിൽ വന്നിടരുത്. എനിക്ക് ബ്ലോക്ക് ചെയ്യാൻ നിന്നെ വേണമെങ്കിൽ, പക്ഷെ നിന്നെ ബ്ലോക്ക് ചെയ്യാത്തത് ഈ ഒരു വീഡിയോ നീ കാണണം. അതുകൊണ്ടാണ് നിന്നെ ഞാൻ ബ്ലോക്ക് ചെയ്യാത്തത്. പിന്നെ നമുക്ക് വന്ന താഴെ വന്നിട്ടുള്ള കമന്റുകൾ, ആ വഴി മറക്കരുത്, നിന്റെ അനിയത്തി തന്നെ അല്ലേ, അല്ലാതെ രക്തബന്ധത്തെ ആരെങ്കിലും ഇങ്ങനെ പറയോ, എന്തൊരു സ്വഭാവമാണ്, അഹങ്കാരി, ഇപ്പൊ അനാമിക അങ്ങ് ഓവറായി, ഒത്തിരി കമന്റുകൾ താഴെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കും എന്നായിരിക്കും എന്റെ നെഗറ്റീവ് കണ്ടിരിക്കുന്നവർ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. പക്ഷെ ഗൈസ്, എന്നെ സ്നേഹിക്കുന്ന അമ്മമാരും കൂടെ വന്ന് നെഗറ്റീവ് പറഞ്ഞ് കമന്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും ഞാൻ അവരോട് ദേഷ്യപ്പെട്ട് സംസാരിക്കും. കാരണം അവർ വീഡിയോ കണ്ടപ്പോൾ അവർക്ക് തോന്നിയതാണ് അവർ അഭിപ്രായമായിട്ട് വന്ന് പറഞ്ഞത്. പക്ഷേ അമ്മമാരെ അറിയിക്കാനും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ചേച്ചിമാരൊക്കെ ഉണ്ട്. അവരറിയാനും വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിൽ 1-2 പേര് ഇതേപോലെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, മോള് കാണിച്ചത് തെറ്റാണ്, അല്ലെങ്കിൽ തമാശയ്ക്ക് കാണിച്ചെങ്കിൽ പോലും അത് ശരിയല്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് കമന്റുകൾ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് അമ്മമാരൂടെ ഉണ്ട്. അപ്പൊ അവർക്ക് അതൊരു വിഷമമായിട്ട് തോന്നി എന്ന് വെച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഞങ്ങളുടെ നമ്മളെ പറ്റി പറഞ്ഞ ഒരു അക്കൗണ്ടും കൂടെ ഉണ്ട്, അവളും കൂടെ ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. അവൾക്കുള്ള മറുപടി കൊടുത്തു, അവളെ നമുക്ക് മാറ്റി നിർത്താം. ഇനി നമുക്ക് ഈ വന്ന വിഷയത്തിലേക്ക് സംസാരിക്കാം. അപ്പം ഞാൻ വേറൊന്നുമല്ല, പൊന്നൂന ആദ്യമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ എൻ്റെ അനിയത്തീനെ ഞാൻ ആദ്യമായിട്ട് കാണിച്ചു തന്നതിൻ്റെ എല്ലാവിധ സന്തോഷത്തോടും കൂടിയാണ് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തത്. ഞാൻ അമ്മയില്ലാതെ അച്ഛനില്ലാതെ വളർന്നു വന്ന ഒരു കുട്ടിയാണ്. ഞാൻ നിങ്ങളിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അങ്ങനെ വളർന്നു വന്ന ഒരു കുട്ടിയാണ്. എനിക്കറിയാം എന്തൊക്കെ ഫേസ് ചെയ്ത് എത്രത്തോളം സങ്കടപ്പെട്ട് വേണം ഒരു ലൈഫ് മുന്നോട്ട് പോവാനെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആരും ഇല്ലാത്ത സമയത്ത് എനിക്ക് എന്തൊക്കെ ആവശ്യമായിട്ടുണ്ടായിരുന്നു, അത് ആരും വാങ്ങിത്തരാനില്ലായിരുന്നു എന്നെല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം. അത് എത്രത്തോളം ബുദ്ധിമുട്ട് ഫേസ് ചെയ്ത് ആ ഒരു ഘട്ടത്തിൽ കൂടെയാണ് കടന്നു വന്ന് ഇന്ന് ഞാൻ ഇത്രയും സന്തോഷമായിട്ട് ജീവിക്കുന്നത്. അങ്ങനെയുള്ള എനിക്കറിയാം എൻ്റെ അനിയത്തിക്ക് അമ്മയില്ലാതെ അവള് നിൽക്കുമ്പോഴത്തേക്ക് അവൾക്ക് എത്രത്തോളം അത് സങ്കടം വരുത്തും, അവൾക്ക് എന്തൊക്കെയായിരിക്കും ആവശ്യം, അവരുടെ മനസ്സിൽ എന്തൊക്കെയായിരിക്കും ഓടുന്നത് എന്നെല്ലാം എനിക്ക് അറിയാൻ പറ്റും. ഞാൻ അവളുടെ ചേച്ചിയാണ്, ചേച്ചി അമ്മയാണ്, അവളുടെ അമ്മേന്റെ സ്ഥാനത്താണ് ഞാൻ നിൽക്കുന്നത്. അവൾ എന്നെ അങ്ങനെയാണ് കാണുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ അന്ന് ആ ഒരു ഫോട്ടോഷൂട്ടിന് പോയപ്പോൾ ഞാൻ അവളെ ശ്രദ്ധിച്ചില്ല, അവൾ സുന്ദരിയല്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പം അച്ഛനമ്മമാർക്കും അറിയാം, 2 മക്കളുള്ള വീട്ടിൽ ഇണക്കങ്ങളും കാണും പിണക്കങ്ങളും കാണും. ഇതിന് നമ്മുടെ അച്ഛനും അമ്മയായാൽ പോലും പറയും നിന്നെ തവിട് കൊടുത്ത് വാങ്ങിയതാ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ എല്ലാം പറയും. അതെന്താ, അവരെ ഒന്നും മുഖം വാടി കാണാനും അവരെ ചൊടിപ്പിക്കാനും ഒക്കെ, എന്ന് വെച്ചാൽ അവരൊന്ന് ദേഷ്യപ്പെടുത്താനും അവർ നമ്മളോട് ഗുസ്തി പിടിക്കാൻ വരികയൊക്കെ ചെയ്യും. ആ ഒരു ലെവലിലാണ് എല്ലാ വീട്ടിലും സംഭവിക്കാറുള്ളത്. എല്ലാ അനിയത്തി ചേട്ടത്തിമാരും അല്ലെങ്കിൽ അനിയന്മാരും ചേട്ടന്മാരും എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. അത് ഈ 2 മക്കളുള്ള അമ്മമാർക്കും അച്ഛന്മാർക്കും അറിയാവുന്ന കാര്യമായിരിക്കാം. അപ്പം
ഞാൻ പൊന്നൂനോട് അങ്ങനെ പറഞ്ഞത് ഒട്ടും നിങ്ങൾ വിചാരിക്കുന്ന കൂട്ടും ഒട്ടും അവളോട് സ്നേഹമില്ലാഞ്ഞിട്ടോ അവളെ വിളിച്ച് ആക്ഷേപിച്ചിട്ടോ ഒന്നുമല്ല. ശരിക്കും ആ കമന്റ് കണ്ടപ്പോൾ ശരിക്കും എനിക്ക് ഒത്തിരി സങ്കടം വന്നു. കാരണം ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാതെയാണ് ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം അത്രയും നെഗറ്റീവ് കമന്റ് വന്നത്. അവൾക്ക് ഈ ഒരു ടൈമിൽ എന്ത് വേണം, അവൾക്ക് എന്ത് കെയർ വേണം എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം അതൊന്നും കിട്ടാതെ വളർന്നു വന്നതാണ് ഞാൻ. അപ്പം എനിക്ക് നന്നായിട്ട് അറിയാം അവൾക്ക് എന്തൊക്കെ വേണം. ഒരിക്കലും അവളെ ഞാൻ മാറ്റി നിർത്തുകയോ അവളെ കുറ്റപ്പെടുത്തുകയോ അവളെ ആക്ഷേപിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് അത് അങ്ങനെ തോന്നിയത്. പക്ഷേ അതിനുശേഷം ഞാൻ അവളെ വിളിച്ച് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഞാൻ അവളെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും അവൾ എന്നോട് പറഞ്ഞത് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല ചേച്ചി, അത് ആ കമന്റ് കണ്ടപ്പോഴാണ് അവൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നത് തന്നെ, തമാശയ്ക്ക് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചല്ലേ എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി പേരും കൂടെ അത് കണ്ട് തെറ്റിദ്ധരിച്ചപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടമായിട്ടോ. കാര്യം എന്നെ എന്തൊരു പ്രതിസന്ധി പറഞ്ഞ് എനിക്കൊരു സങ്കടമാവട്ടെ ദേഷ്യമാവട്ടെ ഞാൻ എന്ത് ഫേസ്ബുക്കിൽ ഉൾപ്പെടെ പോസ്റ്റ് ചെയ്താലും എൻ്റെ അമ്മമാരെല്ലാം വന്ന് ചേർത്ത് പിടിക്കുമായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് അമ്മമാർ നീ അഹങ്കാരിയായിട്ട് വരുവാണോ, എന്തിനാ അനാമിക തമാശയ്ക്ക് പോലും അങ്ങനെ ചെയ്യല്ലായിരുന്നു, നീ അമ്മയില്ലാതെ വളർന്ന കുട്ടിയല്ലേ, അപ്പം അവളുടെ സാഹചര്യം നിനക്ക് അറിഞ്ഞൂടെ എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരും എനിക്ക് മെസ്സേജ് അയച്ചു കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാനത് ഇങ്ങനത്തെ വീഡിയോ എടുക്കുന്നില്ലെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. പക്ഷേ ഉണ്ണിമോളെ പറഞ്ഞ് ഒരുത്തി കമന്റ് ഇട്ടപ്പോഴാണ് എനിക്കത് ഒട്ടും സഹിക്കാതെ ആയത്. എനിക്ക് ഉണ്ണിമോളെ എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് പൊന്നു. ഞാൻ എൻ്റെ അമ്മ പ്രസവിച്ചതാണ്, ഞാൻ ജീവിച്ച കൂട്ടും ഞാൻ ഫേസ് ചെയ്ത കുറേ കാര്യങ്ങൾ അവൾ ഫേസ് ചെയ്യരുതേ എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഒത്തിരി കാര്യങ്ങൾ ഫേസ് ചെയ്തു. ഒരാളിൽ നിന്ന് പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് സംഭവിച്ച ഒത്തിരി അനുഭവങ്ങൾ എനിക്കുണ്ട്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളും എൻ്റെ അനിയത്തിൻ്റെ ലൈഫിൽ ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കടന്നു വന്നതുപോലെ അവൾ കടന്നു വരില്ല. എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് പരമാവധി അവൾക്ക് ആ സ്നേഹം കൊടുത്ത് അവൾക്ക് വേണ്ട കാര്യങ്ങൾ എൻ്റെ കയ്യിലുള്ള പോലെ വാങ്ങിക്കൊടുത്ത് അവളെ നന്നായിട്ട് നോക്കണം, എന്നെ കൂടെ കൊണ്ട് നിർത്തണം എന്ന് വരെ എനിക്ക് ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ അവളുടെ അച്ഛനുള്ളതുകൊണ്ട് അവളുടെ അച്ഛൻ അവളെ വിടത്തില്ല. അവൾക്ക് 18 വയസ്സ് എന്നാവുന്നു അവൾക്ക് എൻ്റെ കൂടെ നിൽക്കാൻ ഇഷ്ടമുണ്ടെന്ന് പറയുന്നു. ഞാൻ അവളെ ലീഗലി കൊണ്ടുവരും, എൻ്റെ കൂടെ നിർത്തും. ഞാൻ പൊന്നു പോലെ തന്നെ നോക്കും. എൻ്റെ ഉണ്ണിമോൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് എൻ്റെ പൊന്നു എനിക്ക്. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ കൂട്ട് ചില അച്ഛനമ്മമാർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം വീട്ടിൽ 2 പിള്ളേരുള്ളപ്പം അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാവും. പക്ഷെ ഞങ്ങൾ അത്ര പോലും വഴക്ക് ഇവിടെ ഉണ്ടാവുന്നില്ല. വല്ലപ്പോഴുമാണ് ആ കൊച്ചൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നത്. അപ്പം വഴക്കുണ്ടാക്കാൻ സത്യത്തിൽ ടൈം കിട്ടാറില്ല. എന്തെങ്കിലും തമാശയ്ക്ക് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ അവളുടെ മുഖം ചുളിയും കാണുമ്പോൾ അവളെ കളിയാക്കി എടുക്കുന്നതൊക്കെ ഉള്ളൂ. അത് ഞങ്ങളിടയ്ക്ക് ഒരു രക്തബന്ധ അനിയത്തി ചേച്ചി എന്ന നിലയിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാൻ അവളെ വിളിച്ച് ആക്ഷേപിക്കുകയോ മാറ്റി നിർത്തുകയോ അവളെ തള്ളി നിർത്തുകയോ ഒന്നും ചെയ്തില്ല. ഞാൻ അവൾക്കൊരു സ്ഥാനം കൊടുക്കുന്നുണ്ട്. എനിക്ക് അവളുടെ അമ്മയാവാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ പരമാവധി ആ ഒരു അമ്മേൻ്റെ സ്ഥാനത്തിന് പകുതിയെങ്കിലും എത്താൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം എനിക്കിപ്പം ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചതേ അല്ല. പക്ഷേ എന്നെ സ്നേഹിക്കുന്ന അമ്മമാർ എന്നെ പറ്റി തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്നത്.